2 മിനിറ്റ് കൊണ്ട് നിങ്ങളുടെ ഫൂഫി എന്ന് പറയുന്ന ഒന്നാമത്തെ ചാപ്റ്റർ ഞാൻ സെറ്റാക്കി തരാം കേട്ടോ. ശ്രദ്ധിച്ച് കേട്ടോളൂ. എക്സാമിന് ഇത് പഠിച്ചു വെച്ചാൽ മതി കേട്ടോ. നോക്കൂ, വെരി ഷോർട്ട് സമ്മറി. ഫൂഫി ഈസ് എൻ എക്സ്ട്രാക്ട് ഫ്രം ദ ഓട്ടോബയോഗ്രഫി ഓഫ് ട്രെവർ നോഹ്. ട്രെവർ നോഹ് എന്ന് പറയുന്ന എഴുത്തുകാരൻ്റെ ഒരു ഓട്ടോബയോഗ്രഫി ആണെന്ത് ഫൂഫി എന്ന് പറയുന്ന ചാപ്റ്റർ കേട്ടോ. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഉണ്ടായ കഥയാണ്. ട്രെവർ ലവ്ഡ് ഈസ് പെറ്റ് ഡോഗ്. ട്രെവറിന് ഭയങ്കര ഇഷ്ടം തൻ്റെ പെറ്റ് ഡോഗിനെ. ആ പെറ്റ് ഡോഗിൻ്റെ പേരാണിത് ഫൂഫി. ഭയങ്കര ഇഷ്ടം, വെരി മച്ച്. ഓക്കെ, വൺ ഡേ, ഒരു ദിവസം ഹി ഡിസ്കവേർഡ് ദാറ്റ് ഫൂഫി സീക്രട്ട്ലി വിസിറ്റഡ് അനദർ ഫാമിലി. ഈ ഫൂഫി എന്ന് പറയുന്ന ഈ പെറ്റ് ഡോഗില്ലേ വേറൊരു ഫാമിലിനെ സ്വകാര്യമായിട്ട് എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു, സീക്രട്ട് ആയിട്ട് വിസിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഹു ബിലീവ്ഡ്, അവർ വിശ്വസിച്ചു, ഷീ വാസ് ദെയർ ഓൺ ഡോഗ്. ആ ഡോഗില്ലേ അത് അവരുടെ ഡോഗാണെന്ന് അയൽവാസികൾ വിചാരിച്ചു, അത് ഞങ്ങളുടെ ഡോഗാണെന്ന് അങ്ങനെ വിചാരിച്ചു കേട്ടോ. ട്രെവർ ഫെൽറ്റ് ഹാർട്ട് ബ്രോക്കൺ. ട്രെവറിന്റെ ഹൃദയം പൊട്ടിത്തകർന്നു മക്കളെ, പൊട്ടിത്തകർന്നു. ബട്ട് ഹിസ് മദർ ഹെൽപ്ഡ്. പക്ഷെ അവന്റെ അമ്മ അവനെ സഹായിച്ചു. എന്തിനാരോ, ബ്രിങ് ഫൂഫി ബാക്ക്. ഓക്കെ, ആ ഫൂഫിനെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. ലേറ്റർ, പിന്നീട് Trevor realized that Fufi was not betraying him. ഈ ട്രെവർ പിന്നീട് മനസ്സിലാക്കി ഈ ഫൂഫി ഒരിക്കലും തന്നെ ചതിക്കുകയായിരുന്നില്ല. ഷീ വാസ്, അവൾ സിംപ്ലി ലിവിങ് ഹെർ ലൈഫ് ഫ്രീലി. അവൾ അവളുടെ ജീവിതം ഭയങ്കര സ്വതന്ത്രമായിട്ട് നയിക്കുകയായിരുന്നു കേട്ടോ. സിംപ്ലി ലിവിങ്, ജീവിച്ച് തീർക്കുകയായിരുന്നു. ദ ചാപ്റ്റർ ടീച്ചേഴ്സ്, ഈ കഥ നമ്മളെ പഠിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ദാറ്റ് ട്രൂ ലവ് ഈസ് ബേസ്ഡ് ഓൺ, യഥാർത്ഥ സ്നേഹം എന്തിനെ ബേസ് ചെയ്ത് കിടക്കുന്നത്, ട്രസ്റ്റ് ആൻഡ് ഫ്രീഡം. നമ്മൾ ഒരാളെ വിശ്വസിക്കുക, അയാളെ സ്വതന്ത്രമായിട്ട് പറഞ്ഞേക്കുക എന്നുള്ളതിലാണ്. നോട്ട് ഓണർഷിപ്പ്, അയാൾ എൻ്റെ സ്വന്തമാണെന്ന് പറഞ്ഞ് പിടിച്ചു വെക്കുന്നതിലല്ല. നമ്മൾ ഒരാൾ ഇഷ്ടപ്പെട്ടാൽ അയാൾ നമ്മളെ സ്വന്തമാണെന്ന് പറഞ്ഞ് പിടിച്ചു വെക്കുന്നതിന് പകരം അയാളെ ഫ്രീ ആയിട്ട് വിട്ടിട്ട് അയാളെ നമ്മൾ എന്ത് ചെയ്യുക, വിശ്വസിക്കുക എന്നുള്ളതിലാണ്. അപ്പോൾ എത്രയുള്ളൂ, ഇത് പഠിച്ചു വെക്കുക, മറക്കണ്ട. ഓക്കെ.